എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മുടെ തൊടിയത്തെ വഴുതിനിങ്ങ പൊട്ടിക്കുകയാണ് കേട്ടോ. വഴുതിനിങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടമാനം വഴുതിനിങ്ങ ഒന്നും പൊട്ടിക്കാനില്ല. പക്ഷേ എങ്കിൽ പോലും ഒരു 2 കിലോൻ്റെ അടുത്ത് പൊട്ടിക്കാണ്ട്, ഒരു 2 കിലോൻ്റെ ഉള്ളിൽ പൊട്ടിക്കാണ്ട്. പിന്നെ ഇപ്പോൾ ഇത് പൊട്ടിക്കുന്നത് എന്താ വെച്ചാൽ ഈ തിരുവാതിര കാലമല്ലേ ഇപ്പോൾ. അപ്പോൾ നല്ല കാറ്റാണ്. നല്ല കാറ്റ് എന്ന് പറഞ്ഞാലും പറയാം, ചില്ലറ കാറ്റൊന്നുമല്ല. എല്ലാ വഴുതനങ്ങ ചെടിക്കും മുട്ട് കൊടുത്തിട്ടുണ്ട്. എങ്കിൽ പോലും മുട്ട് കൊടുത്തതിൻ്റെ അവിടെ നിന്ന് പൊട്ടി കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നുണ്ട്, അതൊക്കെ പൊട്ടിയിട്ടാണ്. അപ്പോൾ ഫുള്ള് പൊട്ടി, കയറ് കെട്ടിയ ഭാഗത്തുനിന്ന് പൊട്ടിയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നല്ല കാറ്റ് കയറുണ്ട്, ഫുള്ള് വഴുതനങ്ങ ചെടിയും പൊട്ടി തവിട് പൊടിയായിട്ടാണ് കിടക്കുന്നത്. പിന്നെ എല്ലാത്തിലും കണ്ടമാനം വഴുതനങ്ങയും ഉണ്ട് കേട്ടോ. അപ്പോൾ ആ വഴുതനങ്ങയൊക്കെ ഞാൻ പൊട്ടിച്ച് ചെടികളുടെ ഭാരം ലേശം കുറയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കാരണം അത്യാവശ്യം മൂത്തതും മൂക്കാത്തതും ഒക്കെ ആയിട്ടുള്ള വഴുതിരിങ്ങയാണ് കേട്ടോ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ വെച്ചാൽ അല്ലെങ്കിൽ ചെടി വീണ്ടും പൊട്ടും. അപ്പോൾ അത് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് മുട്ട് വടിയൊക്കെ കൊണ്ടുപോയിട്ട് കുത്തി വെച്ചിട്ടുണ്ട് വെച്ചാലും കാറ്റ് സഹിക്കാൻ പറ്റില്ല, കാറ്റത്തങ്ങോട്ട് മറഞ്ഞ് വീഴുക. അപ്പോൾ അത് കാരണം ഇന്നത്തെ പണി വഴുതിരിങ്ങ പൊട്ടിക്കലാണ്. നല്ല വഴുതിരിങ്ങ തന്നെ കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ഉണ്ടാക്കണ വഴുതിരിങ്ങ ആയാറുണ്ട്, വളമിടാത്ത വഴുതിരിങ്ങയൊക്കെ ആയാറുണ്ട്, നമുക്ക് വിശ്വസിച്ചിട്ട് തിന്നാം. ഞാൻ വഴുതിരിങ്ങ തിന്നാറുന്നില്ല, പക്ഷേ ഇപ്പം ഞാൻ വഴുതിരിങ്ങ തിന്നും. എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിലുണ്ടാക്കിയ വഴുതിരിങ്ങയല്ലേ, അത് ഞാൻ പണിയെടുത്തുണ്ടാക്കിയതാണ്. അപ്പോൾ ഞാനും കുട്ടികളും എല്ലാവരും കൂടിയിട്ട് എല്ലാവരും ഉണ്ട് കേട്ടോ. എൻ്റെ വീട്ടിലത്തെ എല്ലാവരുടെയും കഷ്ടപ്പാടാണ് ഈ പൊട്ടിക്കുന്ന സാധനം. അപ്പോൾ അത് തിന്നുമ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്കിതൊക്കെ ഇങ്ങനെ മുറിച്ച് കൊണ്ടുപോകുമ്പോഴൊക്കെ ഒരു സന്തോഷമാണ്. സന്തോഷം എന്ന് പറഞ്ഞാലും പോരാ, പറഞ്ഞു തീർക്കാൻ പറ്റില്ല, അത്രയും സന്തോഷം. ഇത് ഉണ്ടായിട്ട് നമ്മുടെ വീട്ടിലുണ്ടായ സാധനം എങ്ങനെ പൊട്ടിക്കും. നമ്മളൊക്കെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ മറ്റുള്ളവർ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കൊരു ഇതാണ്. പക്ഷെ അത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ട് നമ്മൾ പൊട്ടിക്കുമ്പോൾ സന്തോഷം ഉണ്ടാവില്ല. ആ ഒരു സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും സന്തോഷം. അപ്പോൾ ഇത് ഓരോന്നിങ്ങനെ പൊട്ടിക്കുമ്പോൾ നമ്മളിങ്ങനെ യൂട്യൂബിലിടുന്നുണ്ട്. അപ്പോൾ കൃഷീനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മളതിനെ ഫോളോ ചെയ്യണം. അപ്പോൾ അത് മറക്കണ്ട. അപ്പോൾ നമ്മുടെ വഴുതിനിങ്ങ പൊട്ടിക്കൽ കഴിയാറായി. ഇതാ കഴിഞ്ഞു, കണ്ടില്ലേ? ഇത്രയും വഴുതിനിങ്ങയുണ്ട്, ഒരു 2 കിലോൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഓക്കെ, നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.